മക്കളെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലോണം നമ്മൾ ടെൻഷൻ അടിച്ചു അല്ലേ. സ്കൂളിൽ വന്ന് ക്ലാസ്സിലും കൂടി ഇരുന്നപ്പോൾ നമുക്കറിയാം മാത്സിൽ കുറേ ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സയൻസ് എടുത്താൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ കുറേ മാറ്റങ്ങളാണ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ വന്നപ്പോൾ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ദൈവമേ ഇത്രയും നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടോ? ഈ 8ാം ക്ലാസ്സിൽ എന്തിനാ ഇത്രയും ലോഡ് കണക്കിന് സാധനം? പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ 8, 9, 10 ഈ 3 ക്ലാസ്സിലും സിലബസ് മൊത്തത്തിൽ ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. 9ാം ക്ലാസ് കഴിഞ്ഞ വർഷവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ +1, +2 അതുപോലെ തന്നെ 10, 9 ക്ലാസ്സിലേക്കുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസ് സെറ്റാക്കുന്ന ക്ലാസ്സാണ് നമ്മുടെ 8ാം ക്ലാസ്. അതിപ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുത്താലും 8ാം ക്ലാസ്സിലെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് 8ാം ക്ലാസ് തൊട്ടേ നിങ്ങളുടെ പഠന രീതി നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ 7ാം ക്ലാസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ പയ്യെ നമുക്ക് പഠിച്ചങ്ങ് പോകാം, ജയിപ്പിച്ച് വിട്ടോളും എന്നൊക്കെയാണ്. പക്ഷെ 8ാം ക്ലാസ്സിൽ അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് തൊട്ടേ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തോൽക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വർഷം തൊട്ട് നിങ്ങൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് നല്ല ടൈം ടേബിൾ സെറ്റായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പം മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ യോദ്ധ ബാച്ചിനോട് ചേർന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ പ്രകാരം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അപ്പം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ആ മാറ്റം ഓൾറെഡി നമ്മുടെ സീനിയർ കുട്ടികളൊക്കെ തെളിയിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോടോ ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് വന്നവരാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് വരിക. യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചും കിട്ടും. അപ്പോൾ ബേസ് സ്ട്രോങ് ആക്കി നല്ല രീതിയിൽ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇനി 8ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും, അതായത് നമ്മുടെ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സോഷ്യൽ ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോയി നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞ് പഠിച്ചു. ചിലപ്പോൾ സമയത്ത് നമ്മൾ ക്ലാസ് ഇരുന്നപ്പോൾ ശ്രദ്ധിക്കാൻ വിചാരിച്ച ടോപ്പിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോയതുകൊണ്ട് ആ ടോപ്പിക്ക് നമുക്ക് വിട്ടുപോയി, മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നേരെ നമ്മുടെ യോദ്ധ ബാച്ചിലെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റെക്കോർഡഡ് ആയിട്ട് ഓൾറെഡി സെഷൻസ് ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് പേൾ വീഡിയോസും ഉണ്ട്. ലൈവിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ടൈം എടുത്ത് എല്ലാ കുട്ടികളുമായിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ പേൾ വീഡിയോസിൽ ഓരോ കോൺസെപ്റ്റും വളരെ ക്ലിയർ കട്ടായിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞില്ല, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തതുപോലെ അല്ല 8ാം ക്ലാസ്സിൽ. അപ്പോൾ എല്ലാ ദിവസത്തെയും ഡെയിലി ലൈവ് ക്ലാസ്സും കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് മുന്നേ ഒരു മോഡൽ എക്സാമും യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതി പ്രോപ്പർ ഒരു പ്ലാനും നിങ്ങൾക്ക് കിട്ടി. ഇങ്ങനെ നിങ്ങളൊരു റുട്ടീൻ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ടൊന്ന് ജസ്റ്റ് വായിക്കുക. എണീറ്റ് നിങ്ങളുടെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി നടത്തുക. ബാക്കി അത് കഴിഞ്ഞ് വൈകിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ബാച്ചിലെ ക്ലാസ്സസ് കാണുക. പിന്നെ രാത്രി ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഒരു കുറച്ച് നേരം സെൽഫ് സ്റ്റഡി നടത്തുക. ഈ ഒരു പ്ലാനോട് കൂടി പോവുക. മാത്രമല്ല സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എക്സ്ട്രാ റിവൈസ് ചെയ്യാനുള്ള സമയവും കിട്ടും. ഈ ഒരു പ്ലാനോട് കൂടി പഠിച്ച് മുന്നോട്ട് പോയാൽ 8ാം ക്ലാസ്സിലെ ടോപ്പ് സ്കോറർ നിങ്ങളായിരിക്കും. മാത്രമല്ല അത് 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്രയും പഠിക്കാനുണ്ടോ എന്ന് ചിന്തിക്കാതെ ഇതെങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോവാം. സോ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും നമ്മൾ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ലഭിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ഓൾ ദി ബെസ്റ്റ്.